ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ പാസ്സായതിൽ ആർക്കാണ് നേട്ടം? തീർച്ചയായും ട്രംപിന് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു വലിയ തിരിച്ചടി ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നെതന്യാഹുവിൻ്റെ പലസ്തീൻ നിലപാടിന് ഏറ്റ തിരിച്ചടിയാണ്. പലസ്തീനെക്കുറിച്ചുള്ള നെതന്യാഹുവിൻ്റെ നിലപാടിനെ അമേരിക്കയ്ക്ക് തന്നെ തള്ളിപ്പറയേണ്ട സാഹചര്യം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല, പലസ്തീൻ രാഷ്ട്ര രൂപീകരണം എന്ന കാര്യവും പ്രമേയത്തിൽ പറയുന്നു. ആ നിലയ്ക്ക് ട്രംപിനും ഈ പ്രമേയം പരോക്ഷമായി തിരിച്ചടി തന്നെയാണ്. നെതന്യാഹുവിനെ കുഴപ്പത്തിലാക്കുന്ന നിലപാട് അമേരിക്കയ്ക്ക് സ്വീകരിക്കേണ്ടി വന്നു എന്നത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. ഈ നിലപാടിലേക്ക് അമേരിക്കയെ തള്ളിവിട്ടത് റഷ്യയുടെ തന്ത്രപരമായ നീക്കമായിരുന്നു. റഷ്യയുടെ നീക്കത്തിന് പിന്നിൽ ഇറാന്റെ സ്വാധീനമാണ് എന്നൊരു വേർഷൻ കൂടി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് തന്ത്രമാണ് റഷ്യ സുരക്ഷാ കൗൺസിലിൽ ഇതിനു വേണ്ടി പ്രയോഗിച്ചത്? അത് എങ്ങനെയാണ് നെതന്യാഹുവിനും ട്രംപിനും തിരിച്ചടിയായത്? റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് കൊണ്ടാണ് പ്രമേയം പാസ്സായത്. ആ വിട്ടുനിൽക്കൽ ഏത് സാഹചര്യത്തിലാണ്? സുരക്ഷാ കൗൺസിലിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. അത് എങ്ങനെയാണ് ഗാസയ്ക്ക് പലസ്തീൻ രാഷ്ട്രത്തിന് നിർണായകമാകുന്നത് എന്നുള്ള കാര്യവും പരിശോധിക്കാം.